ടിക്കി ടാക്ക വീണ്ടും മാർച്ച് മധ്യത്തിൽ ചിത്രീകരണം. ആസിഫ് അലി നായകനായി രോഹിത് വി എസ് സംവിധാനം ചെയ്യുന്ന ടിക്കി ടാക്ക തുടർ ചിത്രീകരണം മാർച്ച് മധ്യത്തിൽ ആരംഭിക്കും. തന്റെ KGF എന്ന് ആസിഫ് അലി വിശേഷിപ്പിക്കുന്ന ചിത്രമാണ് ടിക്കി ടാക്ക. ടിക്കി ടാക്കയുടെ ചിത്രീകരണത്തിന്റെ ഇടയിൽ കാൽമുട്ടിന് പരിക്കേറ്റ് 5 മാസം വിശ്രമത്തിലായിരുന്നു ആസിഫ് അലി. കള എന്ന ചിത്രത്തിന് ശേഷം രോഹിത് VS സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ചിത്രമാണ് ടിക്കി ടാക്ക. ഇന്തോനേഷ്യയിൽ നിന്നുള്ള ഉദയ് നൻസ് ആണ് സംഘടന രംഗങ്ങൾ ഒരുക്കുന്നത്. ഇത് റെയ്ഡ് റിഡപ്ഷൻ എന്ന ഹോളിവുഡ് ചിത്രത്തിന്റെ സംഘടന രംഗങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഹരിശ്രീ അശോകൻ, ലുക്മാൻ, വാമിക ഗബി, സഞ്ജന നടരാജ്, സന്തോഷ് പ്രതാപ് എന്നിവരാണ് മറ്റു താരങ്ങൾ. നസ്ലിൻ അതിഥി വേഷത്തിലെത്തുന്നു. അഡ്വഞ്ചേഴ്സ് കമ്പനിയുടെ ബാനറിൽ ജൂവിസ് പ്രൊഡക്ഷൻസ് ചിത്രം സിജു മാത്യുവും നേവിസ് സേവ്യറും ചേർന്നാണ് നിർമ്മാണം. അതേസമയം ജിത്തു ജോസഫിന്റെ മിറാഷിന്റെ ചിത്രീകരണത്തിലാണ് ആസിഫ് അലി. അപർണ ബാലമുരളി നായികയാകുന്ന മിറാഷ് പൂർത്തിയായ ശേഷം ആസിഫ് അലി ടിക്കി ടാക്കയിൽ ജോയിൻ ചെയ്യും. ടിക്കി ടാക്കയ്ക്ക് ശേഷം മാത്തുക്കുട്ടി സേവ്യറുടെ ചിത്രമാണ് ആസിഫ് അലിയെ കാത്തിരിക്കുന്നത്. മുകുന്ദനുണ്ണി അസോസിയേറ്റിന് രചന നിർവഹിക്കുന്ന വിമൽ ഗോപാലകൃഷ്ണനാണ് തിരക്കഥ. ആഭ്യന്തര കുറ്റവാളി, സർക്കിട്ട് എന്നിവയാണ് റിലീസിനൊരുങ്ങുന്ന ആസിഫ് അലി ചിത്രങ്ങൾ. നവാഗതനായ സേതുനാഥ് പത്മകുമാർ സംവിധാനം ചെയ്യുന്ന ആഭ്യന്തര കുറ്റവാളിയിൽ പുതുമുഖം തുളസി നായികയാകുന്നു. താമർ KV രചനയും സംവിധാനവും നിർവഹിക്കുന്ന സർക്കിട്ടിൽ ദിവ്യപ്രഭയാണ് നായിക.